ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം. ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ പൃഥുചരിതം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. പൃഥു ചക്രവർത്തിയുടെ ജനനം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ക്ലോണിങ്, ടെസ്റ്റ് ട്യൂബ് ശിശു എന്നീ പ്രകാരമുള്ള നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പശ്ചാത്തലം പൃഥു ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ പരീക്ഷിച്ച് അറിഞ്ഞ് വിജയം കണ്ടെത്തിയ ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അധ്യായമാണ് പൃഥുചരിതം. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് ഉന്നതിയിൽ ഉള്ളത് തന്നെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന പൃഥുവിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമവും അനായാസത്തോടെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കഠിനമായ വെല്ലുവിളികളെയൊക്കെ മറികടക്കുന്നത് എപ്രകാരമാണ് എന്നും ആക്രമത്തേക്കാൾ മികച്ച ഫലം തരുന്ന പ്രവർത്തനങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന നിലനിർത്തുന്ന സമൃദ്ധിയുടെ ആധാരമായ ആ കൃഷിയെ എപ്രകാരമാണ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യായം കൂടിയാണ് പൃഥുചരിതം. ചുരുക്കത്തിൽ ഭൂമിയെ സംരക്ഷിക്കുകയും വിഭവസമൃദ്ധമാക്കുകയും ചെയ്ത ഒരു നീതിമാനായ രാജാവായിരുന്നു പൃഥു ചക്രവർത്തി. അതുകൊണ്ട് തന്നെ പൃഥുവിന്റെ നാമധേയത്തിൽ ആണ് പൃഥ്വി എന്ന ഭൂമിയെ അറിയപ്പെട്ടത്. ഒന്നാമത്തെ ശ്ലോകം. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ അംഗസ്യ വ്യജനി സുതസ്സവേന നാമാ തദ്ദോഷവിദിതമതിസരാജവര്യാം ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ അംഗസ്യ വ്യജനി സുതഃ സഹ വേന നാമ തത് ദോഷ വ്യതിതമതിഃ സഹ രാജവര്യഃ ത്വത്പാദേ നിഹിതമന വനം ഗതഃ അഭൂത്. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ. ധ്രുവകുലേ, ധ്രുവന്റെ കുലത്തിൽ, ഏവ ജാതസ്യ. നമ്മൾ കഴിഞ്ഞ ദശകത്തെ ധ്രുവന്റെ ചരിതം പഠിച്ചു. ആ ധ്രുവന്റെ തന്നെ കുലത്തിൽ തുടർന്ന് വന്ന പരമ്പരയിലെ ഒരു രാജാവാണ് അംഗരാജാവ്. അദ്ദേഹത്തിന്റെ പത്നി സുനീത. സുനീത മൃത്യുവിന്റെ പുത്രിയാണ്. ധ്രുവകുലേ ഏവ ജാതസ്യ, ധ്രുവന്റെ തന്നെ കുലത്തിൽ പിറന്ന തുംഗകീർത്തേഹേ, വളരെ പ്രസിദ്ധനായ അംഗസ്യ, അംഗരാജാവിന് വേനനാമഹ സഹ സുതഃ, വേനൻ എന്ന നാമധേയത്തിൽ ഒരു പുത്രൻ വ്യജനി ഉണ്ടായി. തദ്ദോഷഃ, ആ ദോഷത്താൽ, അതായത് ആ പുത്രൻ വളരെയധികം അധർമ്മിഷ്ഠനായ ക്രൂര സ്വഭാവക്കാരനായ ഒരു പുത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മകന്റെ ദോഷപ്രവർത്തികൾ കാരണം വ്യതിതമതിഹി, വളരെയധികം മനസ്സ് വിഷമിച്ച് സഹരാജവര്യഹ, ആ രാജശ്രേഷ്ഠൻ ത്വത്പാദേ നിഹിതമനാഹ വനം ഗതോ അഭൂത്, തന്റെ രാജ്യത്തിന്റെയും പ്രജകളുടെയും ഭാവി നന്മയ്ക്കും വേണ്ടിയിട്ട് ഭഗവത് പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തിയോടെ തപസ്സിനായി വനത്തെ പ്രാപിച്ചു. ധ്രുവന്റെ തന്നെ കുലത്തിലെ തുടർന്ന് വന്ന പരമ്പരയിലെ ഒരു രാജാവാണ് അങ്കൻ. അദ്ദേഹത്തിന്റെ പത്നി സുനീത. ഇവർക്ക് വളരെയധികം കാലം പുത്രസൗഭാഗ്യം ഉണ്ടാകാതെ ഇരുന്ന് ഒടുവിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ യാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഹവിസ് ഭക്ഷിച്ചാണ് ഒരു പുത്രൻ ഉണ്ടായത്, വേനൻ. പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ലഭിച്ച സന്താനം ഇപ്രകാരം അധർമ്മിഷ്ഠനായി പോയത് എന്ത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ആ ഹവിസ് അംഗരാജാവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന്റെ ആ ഒരു നറുമണത്താൽ അദ്ദേഹം അതിനെ മണത്തു നോക്കുകയുണ്ടായി. അതിനാൽ ആ പായസം അശുദ്ധമായി പോവുകയും ചെയ്തു. അശുദ്ധമായ പായസം കഴിച്ചതിനാലും മൃത്യുവിന്റെ ദൗഹിത്രനായതിനാലുമാണ് വേനൻ ഇപ്രകാരം അധർമ്മിഷ്ഠനായി പോയത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അംഗരാജാവ് പുത്രനെ നേരാം വഴിക്ക് നടത്തുവാനായി പല വഴിക്ക് ശ്രമിച്ചു നോക്കി. തന്റെ ശ്രമങ്ങളെല്ലാം പാഴായി പോകുന്നു എന്ന് കണ്ട് മനസ്സ് മരവിച്ചിട്ട് അദ്ദേഹം വീണ്ടും തന്റെ രാജ്യത്തിന്റെയും പ്രജകളുടെയും ഭാവി എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിച്ച് ഭഗവത് പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തിയോടെ തപസ്സിനായി കാട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ അംഗസ്യ വ്യജനി സുതസ്സവേന നാമാം തദ്ദോഷ വ്യതിതമതിസരാജവര്യാം ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. ശ്ലോകം 2. പാപോഭിക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യാം സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ പൂചക്രേ തവ യജനാന്യയം ന്യരൗസീത്. പാപഃ അപി ക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈഃ ഉപനിഹിതഃ കഠോരവീര്യഃ സർവേഭ്യഃ നിജബലം ഏവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്നി അയം ന്യരൗസീത്. പാപഃ അപി, മഹാപാപിയായിരുന്നു വേനൻ എങ്കിലും കഠോരവീര്യഃ,
ഉഗ്രപരാക്രമശാലിയായിരുന്നു വേനൻ. അതുകൊണ്ട് തന്നെ മാത്രമല്ല അംഗരാജാവിന്റെ അനന്തരാവകാശിയായി മറ്റാരും ഉണ്ടായിരുന്നില്ല വേനനല്ലാതെ. അതുകൊണ്ട് തന്നെ പൗരാദ്യേഹി ആ രാജ്യത്തെ പൗരജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ക്ഷിതിതലപാലനായ വേണഹ ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം വേനനെ ഏൽപ്പിച്ചു. അതായത് വേനനെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ സർവേഭ്യഃ നിജബലം ഏവ സംപ്രശംസൻ ഈ സർവ്വതും തന്റെ നിയന്ത്രണത്തിലായി എന്ന് കണ്ടപ്പോൾ ആ വേനനാകട്ടെ തന്റെ വീര്യബലത്തെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ഏകാധിപതിയായി താൻ മാത്രമാണ് ഭൂലോകത്തിന്റെ നാഥൻ, മറ്റൊരു ദേവനില്ല എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് ഭൂചക്രേ തവ യജനാന്യയം നരൗസീത് ആ ഭൂമിയിലുള്ള എല്ലാവിധ ഭഗവാന്മാരുടെ ആരാധനകളെ ഈശ്വര ആരാധനകളെ എല്ലാം തന്നെ അവൻ കർശനമായി നിരോധിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ മഹാപാപിയായിരുന്നു വേനൻ. എങ്കിലും വേറെ ഒരു വഴിയും കാണാതെ, അതായത് തുടർന്ന് വന്ന പരമ്പരയിലെ അടുത്ത അവകാശി വേനനാണ്. മാത്രമല്ല വീര്യശാലിയായിരുന്നു, വളരെ പരാക്രമശാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ എല്ലാം തന്റെ നിയന്ത്രണത്തിലായപ്പോൾ അഹങ്കാരം അധികരിച്ചു. അതുകൊണ്ട് തന്നെ കുറെ അധിക നിബന്ധനകളെയും ആ ജനങ്ങളുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുവാൻ തുടങ്ങി. അതിൽ ആകെ വിഷമിച്ച ജനങ്ങൾ അവരുടെ ആ അവസ്ഥ കണ്ട് ആ നാട്ടിലെ മുനിജനങ്ങൾ എല്ലാവരും കൂടി വേനനെ ഉപദേശിക്കുവാനായിട്ട് വരികയാണ് അടുത്ത ശ്ലോകത്തിൽ. പാപോപീക്ഷിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗസീത്. ശ്ലോകം 3. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി തൊന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേനാം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തഃ അന്യഃ ഭുവനപതിഃ ന കശ്ചന ഇതി ത്വന്നിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായി വേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ ആ രാജ്യത്തെ താപസന്മാർ ഹിതകഥനായ ഹിതം കഥിക്കുവാൻ ഹിതോപദേശം ചെയ്യുവാനായിട്ട്, അതായത് ഇപ്രകാരമുള്ള ഭരണവും ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളുമെല്ലാം തെറ്റാണ്, ഇങ്ങനെയൊന്നും ആവരുത്, ഈ ഭഗവത് ആരാധനയൊക്കെ കർശനമായി നിരോധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ് എന്നിപ്രകാരമൊക്കെ ഉപദേശിക്കുവാനായിട്ട് അവർ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ്. അതാണ് സംപ്രാപ്തേ, എത്തിച്ചേർന്നു. അപ്പോൾ മത്തഹ അന്യഹ, അങ്ങനെ അവരുടെ ഉപദേശം കേട്ട് ഉന്മത്തനായിക്കൊണ്ട് വളരെയധികം ക്രോധിതനായിട്ട് ആ വേനൻ അവരോട് ഭുവനപതിഹി ന കശ്ചന ഇതി, ഞാനൊഴികെ മറ്റൊരു ജഗദീശ്വരൻ ഇല്ല എന്ന് ഇപ്രകാരം അവരോട് ആജ്ഞാപിക്കുകയും ത്വന്നിന്ദാവചനപരഃ, അങ്ങനെ ഭഗവാനെ കുറിച്ച് വളരെയധികം നിന്ദിച്ച് സംസാരിക്കുകയും കൂടി ചെയ്തപ്പോൾ അത് കേട്ട ആ മുനീശ്വരൈഹി തൈഹി, ആ മുനീശ്വരന്മാർ അവനെ ശാപാഗ്നൗ, ശാപമാകുന്ന അഗ്നിയിൽ ശലഭദശാം അനായി വേനഹ, ശലഭത്തെ പോലെ ഇട്ട് എരിച്ചു കളഞ്ഞു. അതായത് ആ രാജാവിനെ ഉപദേശിക്കുവാനായി ചെന്ന ആ മുനീശ്വരന്മാരുടെ നേർക്ക് വളരെയധികം കയർത്ത് സംസാരിച്ചുകൊണ്ട് അവരുടെ നേരെ ആക്രോശിച്ചു ചെന്ന വേനനെ നിയന്ത്രണം വിട്ട് മുനീശ്വരന്മാർ ശപിച്ചു. ഹുങ്കാര ശബ്ദത്തോടെ, ഹും എന്ന ഹുങ്കാര ശബ്ദം, ആ ഓങ്കാര ധ്വനിയോടെ ഉള്ള ആ മന്ത്രത്താൽ ദർഭപുല്ലിനാൽ അവനെ സ്പർശിച്ച് വധിച്ചു കളഞ്ഞു. അങ്ങനെ വേനന്റെ അവസാനം കണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേനാം. ശ്ലോകം 4. തന്നാശാൽ ഖലജനഭീരുകൈ മുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ തെക്താഖേ പരിമതിധാധോരുദണ്ഡ ദോർദണ്ഡേ പരിമതിരേ ത്വമാവിരാസി. തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തത് അംഗേ
തെക്ത അഖേ പരിമതിതാത് അധ ഊരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിരേ ത്വം ആവിരാസി. തന്നാശാത്, ആ നാശത്താൽ അവന്റെ ആ മരണം സംഭവിച്ചു. അങ്ങനെ ആ രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ആ രാജാവ് മരിച്ചതോടെ ഖലജന ഭീരുകൈഹി, ഖലജനങ്ങളോടുള്ള ആ ഭീതിയാൽ, അതായത് വളരെയധികം ദുഷ്ടനായിരുന്നു വേനൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദുഷ്ടന്മാരും കള്ളന്മാരും അക്രമാസക്തരായിട്ടുള്ള ആളുകളെല്ലാം അങ്ങനെ ആ വേനനെ ഭയന്ന് അടങ്ങിയിരുന്നു. എന്നാൽ ആ വേനന്റെ മരണത്തോടെ ഇവരുടെ ആ ഒരു തേർവാഴ്ച വീണ്ടും അങ്ങോട്ട് ആരംഭിച്ചു. അതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ജനങ്ങളുടെ ആ ഒരു വിഷമാവസ്ഥ കണ്ട മുനീന്ദ്രൈഹി, ആ മുനീന്ദ്രന്മാർ തന്മാത്ര, വേനന്റെ മാതാവായ സുനിതയാൽ ചിരപരിരക്ഷിതേ, വളരെ കാലമായി സൂക്ഷിച്ചു വെച്ചിരുന്ന, അതായത് വേനനെ അപ്രകാരം മുനിമാർ ഹുങ്കാര ശബ്ദത്തോടെ ആ ദർഭയാൽ വധിച്ചു. അങ്ങനെ വേനൻ മരിച്ചതോടെ അമ്മയായ സുനിത അവന്റെ ആ ശരീരത്തെ തന്റെ മന്ത്രവിദ്യയാലും ഔഷധങ്ങളാലും സൂക്ഷിച്ച് വെച്ചു. തത് അങ്കേ, ആ വേനന്റെ ശവശരീരം പരിമതിതാത് അധ ഊരുദണ്ഡാത്, അതെടുത്തു കൊണ്ടുവന്ന് മതിക്കുവാൻ തുടങ്ങി. അങ്ങനെ അതിനെ മതിച്ച് അതിനുള്ളിലെ ആ തെക്ത അഖേ, തെക്തമായിട്ടുള്ള ഭാഗം, വേണ്ടാത്ത ഭാഗങ്ങൾ, അതായത് ദുഷിച്ച ഭാഗങ്ങൾ, ആ വേനന്റെ ആ പാപ സമൂഹങ്ങളെല്ലാം കൂടി പുറത്തെടുത്തു. അത് ഊരുദണ്ഡാത്, ആ ഊരുദണ്ഡുക്കളിൽ നിന്ന്, അതായത് തുടയുടെ ഭാഗത്തിൽ നിന്നാണ് അപ്രകാരം അടിഞ്ഞുകൂടി കിടന്നിരുന്ന അവന്റെ പാപ സമൂഹങ്ങളെ എല്ലാം അങ്ങനെ പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്തപ്പോൾ ഉണ്ടായ രൂപമാണ് കറുത്ത് കുറുകിയ ഇരുണ്ട്, കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്നതെടുത്ത ഒരുതരം കുറുകിയ കുള്ളൻ രൂപത്തിലുള്ള നിഷാദനാണ് ജന്മം കൊണ്ടത്. അവരുടെ ആ വർഗക്കാരാണ് പിന്നീട് നൈഷാദന്മാരെന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ഋഷീശ്വരന്മാർ ഈ ശരീരം കടയുവാൻ തുടങ്ങി. അങ്ങനെ കടഞ്ഞ് ആ പാപങ്ങളെ എല്ലാം പുറത്തു കളഞ്ഞ് അവശേഷിച്ച ആ നന്മ പിന്നീട് പുറത്തെടുത്തു. അത് മിഥുനങ്ങളായിട്ട് പുറത്തു വന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടാണ് പിന്നീട് അവതരിച്ചത്. അഥ ദോർദണ്ഡേ പരിമതിതേ, പിന്നെ കൈയുടെ ഭാഗങ്ങളാണ് മതിച്ചത്. അപ്പോൾ ത്വം ആവിരാസി, അല്ലയോ ഭഗവാനെ അങ്ങ് അവതരിച്ചു. അതായത് ആ നന്മയുടെ അവതാരമാണ് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നാരായണന്റെ അവതാരമായിട്ട് ആ പുരുഷരൂപം, ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ട് സ്ത്രീ രൂപത്തെയും കണ്ടു ഋഷീശ്വരന്മാർ. അങ്ങനെ രാജാവിന്റെ മരണം കാരണം അങ്ങനെ അനാഥമായി തീർന്ന രാജ്യത്ത് വർദ്ധിച്ചു വന്ന ഖലജനങ്ങളുടെ പീഡനിമിത്തം ഭയത്തോടു കൂടിയിരുന്ന മുനിമാർ വേനന്റെ മാതാവായ സുനിതയാൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വേനന്റെ ശവശരീരത്തെ എടുത്ത് കടഞ്ഞ് അതിൽ നിന്ന് അങ്ങനെ 3 രൂപമാണ്. ആദ്യം നിഷാദൻ, പിന്നീട് സ്ത്രീയും പുരുഷനുമാണ്. പുരുഷരൂപത്തെ പൃഥു എന്നും സ്ത്രീ രൂപത്തെ അർച്ചസ് എന്നും വിളിച്ചു. തന്നാശാൽ ഖലജന ഭീരുകൈ മുനീന്ദ്രേ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ തെക്താഘേ പരിമതിതാധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിതേ ത്വമാവിരാസി. ശ്ലോകം 5. വിഖ്യാത പ്രിദുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷി. വിഖ്യാത പൃഥുഃ ഇതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാം അകാർഷി. വിഖ്യാതഃ പൃഥുഃ ഇതി, ഇപ്രകാരം വിഖ്യാതനായ പൃഥു ചക്രവർത്തി, അതായത് പൃഥു ചക്രവർത്തി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിപൂർവമായിട്ടുള്ള ഭരണം മൂലം ഭൂമി പിന്നീട് അഭിവൃദ്ധി പ്രാപിച്ചു. പശുക്കൾ പാൽ നൽകി. സന്തുഷ്ടരായിട്ടുള്ള മുനിമാർ ഒരു യാഗം നടത്തി. ആ യാഗത്തിന്റെ അവസാനം സൂതന്മാർ, മാഗധന്മാർ എന്നുള്ള ആ ഗായക സംഘങ്ങളെ കൊണ്ട് ഈ പൃഥുവിന്റെ യശസ്സിനെ പറ്റി പാടിപ്പുകഴ്ത്തുവാനായിട്ട് ഋഷീശ്വരന്മാർ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അതിന് വിസമ്മതിച്ചു. അതായത് പൃഥു വളരെ ചെറുപ്പമാണ്, ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എപ്രകാരമാണ് തങ്ങൾ ഇങ്ങനെ പാടിപ്പുകഴ്ത്തേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഋഷീശ്വരന്മാർ അവർക്ക് ആ ത്രികാല ജ്ഞാനം കൊടുക്കുകയാണ്. കാരണം തുടർന്ന് ഇപ്രകാരമാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നുള്ള അറിവ് നേടുവാനുള്ള ആ ഒരു ജ്ഞാനത്തെ, ആ ഭാവി കാണുവാനുള്ള ആ ഒരു കഴിവ് അവർക്ക് നൽകി. അങ്ങനെ അവർ
പൃഥുവിന്റെ ആ ഭാവി മഹത്വങ്ങളെല്ലാം ആലപിച്ച് ഈ ഗാനം എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് വിഖ്യാതഃ പൃഥുഃ ഇതി. അങ്ങനെ വിഖ്യാതനായ ആ പൃഥു ചക്രവർത്തി താപസോപദിഷ്ടൈഹി, താപസന്മാരുടെ ഉപദേശപ്രകാരം സൂതാദ്യൈഹി, സൂതാദി വൃന്ദങ്ങൾ, അതായത് സ്തുതിപാഠകന്മാരാൽ പരിണുത ഭാവി ഭൂരിവീര്യഹ, വളരെ പരാക്രമശാലിയായി തീരും എന്ന്, തുടർന്ന് ഭാവിയിൽ പൃഥു ചക്രവർത്തി എപ്രകാരമൊക്കെ ആയി തീരും എന്ന് പാടി സ്തുതിച്ചു. അതിനുശേഷം ഈ ഗാനം എല്ലാ ദിശകളിലും വ്യാപിച്ചു. അങ്ങനെയിരിക്കെ വളരെ കഷ്ടത്തിലായിട്ടുള്ള ജനങ്ങളെല്ലാം കൂടി പൃഥുവിന്റെ അടുത്ത് വന്ന് വളരെ ദുഃഖത്തോടെ അറിയിച്ചു, ഈ ഭൂമിയിൽ ഒന്നും വളരുന്നില്ല, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് പൃഥുവിന് വളരെ ദേഷ്യം വന്നു. അദ്ദേഹം തന്റെ വില്ലെടുത്ത് അമ്പുകൊണ്ട് ഭൂമിയെ പിളർക്കുവാനായിട്ട് തുനിഞ്ഞു. അങ്ങനെ ഭൂമി ഭയന്ന് സുരഭി എന്ന ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. വേനാർഥ്യ കബളിത സമ്പദം ധരിത്രി. വേനാർഥ്യ, അങ്ങയുടെ പിതാവായ വേനന്റെ ആർത്തിയാൽ, അതായത് കൊള്ളക്കാരനെ പോലൊക്കെ ആയിരുന്നു. അപ്രകാരമുള്ള ആ ജനങ്ങളെയെല്ലാം കൊള്ളയടിച്ചും ഭൂമിയിൽ നിന്നും എടുക്കുക എന്നുള്ളതല്ലാതെ ഭൂമിയെ പരിപാലിക്കുകയോ കൃഷിക്ക് അനുയോജ്യമാക്കുകയോ പ്രജകളുടെ പട്ടിണിയെ കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കാത്ത ആ രാജാവ് അത്രയധികം നികൃഷ്ടനായി പോയതുകൊണ്ട് തന്റെ സമ്പത്തിനെയെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ധരിത്രി ഭൂമിയെ ആക്രാന്താം, തന്റെ പരാക്രമത്താൽ നിജധനുഷാം സമാം ആകാർഷി, അങ്ങനെ തന്റെ ധനുഷ്കോടി കൊണ്ട് ഭൂമിയെ നിരപ്പാക്കി തീർത്തു എന്ന് പറയുകയാണ്. അങ്ങനെ ഭൂമി സമ്പദ് സമൃദ്ധമായി, കൃഷി അഭിവൃദ്ധിപ്പെട്ടു. ഭൂമിയെ ജീവജാലങ്ങൾക്ക് അനുയോജ്യമാക്കി തീർത്ത പൃഥു രാജാവിനാലാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേര് വന്നത്. പൃഥുവിന്റെ നിശ്ചയദാർഢ്യമുള്ള ആ പരിശ്രമം, അനായാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ കഠിനമായ വെല്ലുവിളികളെ മറികടക്കുന്നു. മാത്രമല്ല, ആക്രമത്തേക്കാൾ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ച ഫലം തരുന്നത് അനുസരണയാണ് എന്ന് പൃഥു ചക്രവർത്തി കാട്ടിത്തന്നു. മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന, നിലനിർത്തുന്ന സമൃദ്ധിയുടെ ആധാരമാണ് കൃഷി എന്നും പൃഥു രാജാവ് കാട്ടിത്തന്നു. അങ്ങനെ ചുരുക്കത്തെ ഭൂമിയെ സംരക്ഷിക്കുകയും വിഭവസമൃദ്ധമാക്കുകയും ചെയ്ത ഒരു നീതിമാനായ രാജാവായിരുന്നു പൃഥു ചക്രവർത്തി എന്ന് പറയുന്നു ഈ ഒരു ശ്ലോകത്തിൽ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാർത്ഥ്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷി. ശ്ലോകം 6. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി യാനി താനി സ്വച്ഛന്തം സുരഭിതനൂമദൂദുഹസ്ത്വം. ഭൂയഃ താം നിജകുല മുഖ്യ വത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി യാനി താനി സ്വച്ഛന്തം സുരഭിതനൂം അദൂദുഹ ത്വം. ഭൂയഃ താം, പിന്നീട് അങ്ങനെ പൃഥു ചക്രവർത്തിയായ അല്ലയോ ഭഗവാനെ, അങ്ങ് നിജകുല മുഖ്യവത്സയുക്തൈഹി, നിജകുലം അതാത് കുലത്തിന്റെ മുഖ്യന്മാരെ, ആ കുലത്തിന്റെ മുഖ്യന്മാരെ വത്സമാക്കിക്കൊണ്ട്, അതായത് പിന്നീട് ഭൂമിദേവി ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ ഭൂമി സമനിരപ്പാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്, അതിന് കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം അതിന് കിട്ടും, അങ്ങനെ അത് കൃഷി യോഗ്യമായി തീരും, അങ്ങനെ സമ്പദ് സമൃദ്ധമായി തീരും. എന്നാൽ മറ്റുള്ള പദാർത്ഥങ്ങളെ ലഭിക്കണമല്ലോ, അതിനായിട്ട് ഭൂമി പറഞ്ഞു, ഞാൻ ആകെ നിർവികാരയായിരിക്കുകയാണ്, ഈ ക്രൂരന്മാരുടെ ക്രൂരതകളെല്ലാം അനുഭവിച്ച് ആകെ നിർവികാരമായിരിക്കുന്ന എന്റെ മനസ്സിനെ ഉണർത്തുവാനായിട്ട് അങ്ങ് അതാത് കുലമുഖ്യന്മാരെ വത്സമാക്കി എന്റെ മുന്നിൽ നിർത്തിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചുരത്തിക്കൊള്ളാം. അതിൻ പ്രകാരം പൃഥു ചക്രവർത്തി ഓരോ കുലത്തിന്റെ മുഖ്യന്മാരെ, അതായത് മനുഷ്യന്റെ കുലത്തിലെ മുഖ്യൻ സ്വയംഭുവ മനുവാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഭൂമിയെ പരിപാലിക്കുവാൻ നിയുക്തനാക്കിയത് ആ സ്വയംഭുവ മനുവിനെയാണ്. ഭൂയഃ, പിന്നീട് നിജകുല മുഖ്യ വത്സയുക്തൈഹി, അതാത് കുലത്തിന്റെ മുഖ്യന്മാരെ വത്സമാക്കിക്കൊണ്ട് ദേവാദ്യേഹി, ദേവന്മാരെയും മറ്റും എല്ലാ കുലത്തിന്റെയും ഉചിത ചാരുഭാജനേഷു, അവരവർക്ക് വേണ്ടുന്ന പാത്രങ്ങളിൽ, അതായത് അവരെപ്രകാരം എങ്ങനെ ചെയ്താണോ നേടേണ്ടത്, അത് എന്തിലാണോ നേടേണ്ടത് എന്നുള്ള ആ പാത്രത്തിൽ അന്നാദീനി അഭിലഷിതാനി യാനിതാനി, അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായാലും മറ്റെന്തു തന്നെ ആയാലും അവർ അപ്രകാരം സ്വച്ഛന്തം സുരഭിതനു അദൂദുഹ ത്വം, അങ്ങനെ സ്വസ്ഥമായിട്ട് ഭൂമിയിൽ നിന്ന് യഥേഷ്ടം നേടുവാനുള്ള അവസരം പൃഥു
ചക്രവർത്തി ഉണ്ടാക്കി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അത് എപ്രകാരമാണ് പശുവിനെ പോലെ എന്ന് പറയുന്നത്. ഭൂമിദേവി ഒരു പശുവിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് തന്റെ മക്കൾക്ക് എപ്രകാരമാണോ പാൽ ചുരത്തുന്നത് അപ്രകാരം തന്നെ ഭൂമിയെ നമ്മൾ സ്നേഹത്തോടെ പരിപാലിക്കുകയാണെങ്കിൽ ഭൂമി നമുക്ക് എല്ലാം തരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ എന്നാല് പൃഥു ചക്രവർത്തി തന്റെ കുലമുഖ്യൻ സ്വയംഭൂ മനുവിനെ കന്നാക്കിക്കൊണ്ട് പശുവാക്കിക്കൊണ്ട് കയ്യാകുന്ന പാത്രത്തിൽ സകല സസ്യങ്ങളെയും കറന്നെടുത്തു. കാരണം കൈ കൊണ്ട് പരിശ്രമിച്ചിട്ടാണ് അങ്ങനെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിനെ നേടിയത്. അങ്ങനെ അതുപോലെ തന്നെ ഋഷീശ്വരന്മാർ ബൃഹസ്പതിയെ കിടാവാക്കിക്കൊണ്ട് ആ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ ഋഷിമാർ ഛന്ദസ്സിനെയും ആവശ്യം പോലെ എടുത്തു. അതേപോലെ ദേവന്മാരുടെ മുഖ്യൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. ആ ദേവേന്ദ്രനെ വശമാക്കിക്കൊണ്ട് സ്വർണ്ണ പാത്രത്തിൽ സോമരസത്തെയും അതുപോലെ തന്നെ അസുരന്മാർ പ്രഹ്ലാദനെ വത്സമാക്കിക്കൊണ്ട് ഇരുമ്പ് പാത്രത്തിൽ സുരയെയും ഗന്ധർവന്മാർ വിശ്വകർമാവിനെ കിടാവാക്കി മധുര സംഗീതത്തെയും കവർന്നെടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ എപ്രകാരം എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് നമ്മുടെ ഭൂമിദേവി തരുന്നതായിരിക്കും. അതിനെ ഭൂമിദേവി മാതാവായിട്ട് കണ്ട ആദരവോടെ നമ്മൾ ആർത്ഥിച്ചാൽ നമുക്ക് അതെല്ലാം നേടാവുന്നതേ ഉള്ളൂ. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി യാനി ദാനി സ്വച്ഛന്തം സുരഭിതനോ മധുദുഹസ്ത്വം ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലോ ശതമഖയേത്യനീജവേഷോ കൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശത തമ വാജിമേധയാഗേ സ്പർദ്ധാലു ശതമഖഃ ഏത്യ നീചവേഷഃ കൃത്വാ അശ്വം തവ തനയാത് പരാജിതഃ അഭൂത്. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ. ത്രിധാമൻ സർവവ്യാപിയായ ഭഗവാനെ, ത്രിലോകങ്ങളിലും വിളങ്ങുന്ന നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ വിഷ്ണു, ആത്മാനം യജതി മഖൈഹി ത്വയി, അങ്ങ് മഖൈഹി മഖങ്ങളാൽ അതായത് യാഗങ്ങളാൽ ആത്മാനം യജതി സ്വന്തം ആത്മാവിനെ തന്നെ യജിക്കുന്ന കാലത്ത്, അതായത് ഭഗവാന്റെ അവതാരമാണ് പൃഥു ചക്രവർത്തി, തന്നെ യജിക്കുന്ന ആ കാലത്ത് ശതതമ വാജിമേധയാകെ 100ാമത്തെ അശ്വമേധയാഗം നടത്തുവാനായിട്ട് ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുഹു ശതമഖഃ, സ്പർദ്ധാലുവായിട്ടുള്ള അസൂയക്കാരനായിട്ടുള്ള ശതമഖൻ, മഖം ചെയ്തവൻ ശതമഖൻ, 100 യാഗം ചെയ്തവനായിട്ട് താൻ ഒരുത്തൻ മാത്രമേ ആകാവൂ എന്ന് ആഗ്രഹിക്കുന്ന ആ ഇന്ദ്രൻ നീചവേഷഃ വേഷപ്രച്ഛന്നനായി വന്ന് കൃത്വാ അശ്വം ആ യാഗാശ്വത്തെ മോഷ്ടിച്ചു. അപ്പോൾ തവതനയാത് ഈ അശ്വത്തിന് അകമ്പടി പോയിരുന്ന പൃഥു രാജാവിന്റെ പുത്രൻ പരാജിതഃ അഭൂത്, അവനെ പരാജയപ്പെടുത്തി അശ്വത്തെ തിരിച്ചു കൊണ്ടുപോന്നു. അങ്ങനെ പൃഥു ചക്രവർത്തിയാകുന്ന അങ്ങ് അശ്വമേധയാഗങ്ങൾ കൊണ്ട് സർവ്വദേവതാമയമായിരിക്കുന്ന സ്വന്തം സ്വരൂപത്തെ തന്നെ അങ്ങനെ ഭജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ 100ാമത്തെ ആ അശ്വമേധയാഗത്തിനുള്ള യാഗ അശ്വത്തെ ശതമഖൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. യാഗരക്ഷയ്ക്കായിട്ട് നിയുക്തനായിരിക്കുന്ന അങ്ങയുടെ പുത്രൻ ഇന്ദ്രനെ തോൽപ്പിച്ച് ആ അശ്വത്തെ വീണ്ടെടുത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് ആ പുത്രനെ വിജിതാശ്വൻ എന്ന് പേരിട്ട് വിളിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലോ ശതമഖയേത്യനീജവേഷോ കൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ശ്ലോകം 8. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ദാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിഭുമൈച്ഛദാ സ്വയം സ്വം. ദേവേന്ദ്രം മുഹുഹു ഇതി വാജിനം ഹരന്തം വഹ്നൗ
വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനെ കമലഭവേ ക്രതോഃ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുഃ ഐക്ഷത സ്വയം സ്വം ദേവേന്ദ്രം മുഹുഹു ഇതി വാജിനം ഹരന്തം. ദേവേന്ദ്രൻ ഇങ്ങനെ തുടരെ ആ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് പൃഥു ചക്രവർത്തി വഹ്നൗതം മുനിവര മണ്ഡലേ ജുഹൂഷൗ, അങ്ങനെ ആ മുനിവരന്മാർ ആ ഇന്ദ്രനെ ആവാഹിച്ച് ഈ അഗ്നിയിലിട്ട് ദഹിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ രുന്ധാനെ കമലഭവേ ക്രതോഹോ സമാപ്തൗ, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ആ യജ്ഞത്തെ അവിടെ അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പൃഥു ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ പൃഥു, അങ്ങയ്ക്ക് 99 യാഗം ചെയ്തവൻ എന്ന പേര് മതി. കാരണം അങ്ങ് തന്നെ ആ നാരായണന്റെ അവതാരമാണല്ലോ. പിന്നെ അങ്ങയ്ക്ക് എന്താണ്, ആ പദവി ഇന്ദ്രന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് സമാപിപ്പിച്ചാലും എന്നിപ്രകാരം പറഞ്ഞപ്പോൾ അത് കേട്ട് പൃഥു ചക്രവർത്തി യാഗത്തെ പര്യവസാനിപ്പിച്ചു. അങ്ങനെ യാഗത്തിന്റെ അവസാനം പൃഥു ചക്രവർത്തി സാക്ഷാത്വം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തന്നെ ആത്മാവായിരിക്കുന്ന ആ മധുരിപും ആ ഭഗവാൻ നാരായണനെ ഐക്ഷത സ്വയം സ്വം അഗ്നികുണ്ഡത്തിൽ പ്രത്യക്ഷത്തിൽ കാണുവാനായിട്ട് സാധിച്ചു എന്ന് പറയുകയാണ്. താൻ ഏത് ആത്മാവിന്റെ അംശമാണോ ആ പൂർണ്ണ രൂപത്തെ തനിക്ക് അങ്ങനെ ആ യാഗത്തിന്റെ പര്യവസാന സമയത്ത് കാണാൻ സാധിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ദാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷതാ സ്വയം സ്വം. ശ്ലോകം 9. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാം ദേവിഹിത പദകഥാപി ദേവാം സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താത്. തത് ദത്തം വരം ഉപലഭ്യ ഭക്തിം ഏകാം ഗംഗാ അന്തേ വിഹിതപദഃ കഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐശിഷ്ട സനകമുഖാൻ മുനീൻ പുരസ്താത്. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, തത് ദത്തം, ഭഗവാൻ നൽകപ്പെട്ട, അങ്ങനെ ഭഗവാനിൽ നിന്ന് ദത്തമായ ആ വരം, ഏകാം ഭക്തിയും, ആ ഭഗവാനിലുള്ള ആ ഭക്തി ഒന്നു മാത്രം, വരം ഉപലഭ്യ, വരമായി വാങ്ങിയിട്ട്, കഥാപി ഒരിക്കൽ, ഗംഗാന്തേ, ഗംഗാ നദീതീരത്ത്, വിഹിത പദഹാത്വം, അങ്ങനെ ഇരുപ്പുറപ്പിച്ച അങ്ങ്, അതായത് സത്രസ്തം, 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാണ്. അങ്ങനെ ആ സത്രത്തിൽ മുനിനിവഹം, ആ സത്രത്തിൽ എത്തിച്ചേർന്ന മുനിമാർക്ക് ഹിതാനി ശംസൻ, ഹിതോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ പുരസ്താത്, തന്റെ മുന്നിൽ, സനകമുഖാൻ, ആ സനകാദി മഹർഷിമാരെ ഐശിഷ്ടാഹ കാണുവാനിടയായി. അങ്ങനെ ഒടുവിൽ എല്ലാറ്റിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഗംഗാതീരത്തൊരു മഹാസത്രം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ സത്രത്തിൽ എത്തിച്ചേർന്ന മുനിമാരുമായിട്ട് ഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സനകാദി മുനീശ്വരന്മാരെ കാണുവാനിടയായി. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ ആ തത്വത്തെ, താൻ ഭഗവാന്റെ ആത്മാവാണ് എന്ന് പറയുന്നു, അതിന്റെ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ഇരുന്ന ആ പൃഥു ചക്രവർത്തിയുടെ മുമ്പിൽ അതിനെ ഉപദേശിച്ചു കൊടുക്കുവാനായിട്ട് ആ സനകമുനീന്ദ്രന്മാർ നേരിട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. അതാണ് ഒരു യഥാർത്ഥ ഭക്തന് സമയമാകുമ്പോൾ ഗുരുവിന്റെ ആ ഒരു അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാൻ ഇടയാകും, എവിടെയും തേടി പോകാതെ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിത പദകഥാപി ദേവാ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താത്. ശ്ലോകം 10. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക്പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാദഗേഹവാസിൻ. വിജ്ഞാനം സനകമുഖോദിതം ദധാനം സ്വ ആത്മാനം സ്വയമഗമഃ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം
പ്രശമയ വാദഗേഹവാസിൻ. വിജ്ഞാനം സനകമുഖോദിതം ദധാനം. സനകാദി മുനിമാരാൽ ഉപദേശിക്കപ്പെട്ടതായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനത്തെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് സ്വാത്മാനം സ്വയമഗഹോ വനാന്തസേവി, അങ്ങനെ ആ രാജ്യഭരണവും ഒക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിനായിട്ട് തപോവനത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവിടെ ചെന്ന് സ്വന്തം ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി ആത്മാവിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് തപസ് ചെയ്ത് ചെയ്ത് അവസാനം എല്ലും തോലുമായി അത്രമാത്രം അങ്ങ് ക്ഷീണിച്ച് അവസാനം ആ ഭഗവാനിലേക്ക് ചേർന്നു. കൂടെ ഉണ്ടായിരുന്ന അർച്ചിസ് ചിത കൂട്ടിക്കൊണ്ട് തന്റെ പതിയുടെ ആ ദേഹത്തെ ആ തീക്കുള്ളിലിട്ട് ദഹിപ്പിച്ചു. അതോടൊപ്പം തന്നെ താനും ആ തീക്കുള്ളിൽ ചാടി അങ്ങനെ രണ്ടുപേരും സ്വന്തം ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന് ആ അനുഭവത്തെ അനുഭവിച്ചറിഞ്ഞ ആ പൃഥു ചക്രവർത്തിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അതാണ് തത്താദൃ പൃഥുവപുരീശ, ആ സ്വന്തം ആത്മാവിനെ തന്നെ അറിഞ്ഞ ആ പൃഥുവപുരീശ സത്വരം മേ, അങ്ങ് എത്രയും പെട്ടെന്ന് എന്റെ ഈ രോഗൗഖം, എന്റെ ഈ രോഗങ്ങളെ കൂടി പ്രശമയ വാദഗേഹവാസിൻ. ഗുരുവായൂരപ്പ, പ്രകാരമൊക്കെ അങ്ങ് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത്, അപ്രകാരമൊക്കെയുള്ള അങ്ങ് എന്നെ എന്താണ് കാണാതിരിക്കുന്നത്? എന്റെ രോഗങ്ങളെ കൂടി നിവാരണം ചെയ്ത് എനിക്കും കൂടെ ആശ്വാസം നൽകിയാലും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ഒരു ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. വിഖ്യാത പ്രിദുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാർധ്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.